ഒരു കൽപ്പനയെ റിക്വസ്റ്റ് ആക്കാൻ അറബിയിൽ എന്താണാവുക? കൽപ്പനയുടെ രീതി തന്നെ വ്യത്യസ്തമാണ്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. കൽപ്പനകളെ റിക്വസ്റ്റ് ആക്കുവാൻ അത് ഉദാഹരണം പറഞ്ഞാൽ, കൽപ്പന എന്ന് പറഞ്ഞാൽ വരൂ, അങ്ങനെ പറയാം, തആൽ എന്നാണ്. അതിന് റിക്വസ്റ്റ് ആക്കുവാൻ ബില്ലാഹി തആൽ എന്ന് പറയാം, ബില്ലാഹി തആൽ എന്ന് പറയാം. ഇനി വരാമോ എന്നതിന് മുംകിൻ എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, അത് പിന്നെ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ തആൽ എന്ന വരൂന്ന. ഓക്കെ, അതുപോലെ തന്നെ മിണ്ടാതിരിക്കൂ, ഉസ്കുത്ത്, ഉസ്കുത്ത്. അങ്ങനെ എല്ലാവരോടും എടാ മിണ്ടറി എന്നൊക്കെ പറയും നമ്മൾ കണ്ണൂർക്കാരൊക്കെ. ആ രീതിയിൽ അനങ്ങറ്, മിണ്ടരുത്, ഉസ്കുത്ത്. വലക്കൽമ, ഷുബ് എന്ന് പറയും ഇന്ത്യക്കാർ, മിണ്ടർ. ഇങ്ങനെ പറയുന്ന ശൈലി ഒരു ബഹുമാനം ഉള്ളതല്ല, റിക്വസ്റ്റ് അല്ല. അപ്പോൾ റിക്വസ്റ്റ് ആക്കുവാൻ എന്താണ് സാധാരണ പറയേണ്ടത്? ഖലീഖ് സാക്കിത്ത്. അത് നേരെ തിരിച്ചിട്ട് ഖലീഖ് സാക്കിത്ത് ആമി മാലിഷ്, ഖലീഖ് സാക്കിത്ത് എന്ന് പറയും. ഈ സുക്കൂത്ത് എന്നാൽ മൗനം എന്നാണ്, അതിന് സാമിത്ത് എന്നും പറയാം, ഖലീഖ് സാമിത്ത് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഒന്ന് അകത്തേക്ക് വരൂ എന്ന് പറയണം. ഒന്ന് അകത്തേക്ക് വരൂ പ്ലീസ്, അകത്തേക്ക് വരൂ പ്ലീസ്, കടക്കൂ. ബില്ലാഹി ഖുശു ജുവ, ഖശ എന്നാൽ പ്രവേശിക്കുക എന്നാണ്. ബില്ലാഹി ഖുശു ജുവ യാ സയ്യിദ്, അല്ലാഹ് യർദ അലൈക്, ബില്ലാഹി ഖുശു ജുവ, നിങ്ങളൊന്ന് അകത്തേക്ക് കടക്കൂ പ്ലീസ്. അവിടെ ദഖല എന്നാലും എൻട്രിയാണ്, അവിടെ ബില്ലാഹി ഉദ്ഖുൽ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ ഉദ്ഖുലിനെക്കാളും സാധാരണക്കാർ ഉപയോഗിക്കുന്ന വേർഡാണ് ബില്ലാഹി ഖുശു ജുവ, ഖുശു, ഖുശു എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരാൾ ഒന്ന് പുറത്തേക്ക് പോകും പ്ലീസ് എന്ന് പറയാം, ബില്ലാഹി ഉഖ്റുജ് എന്ന് പറയാം. അതിനേക്കാളും നല്ലത് മാലേഷ് യാ ഹബീബി ഖല്ലിക് ബർറ ഷോയ, അങ്ങനെ പറയാൻ നല്ലത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പം എത്തലാ ബർറ എന്നാണ്. അതൊരു കടന്ന കൈയാണല്ലോ. കുറച്ച് എല്ലാ ആളുകളോടും ആ ഒരു ആംഗിൾ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ ഏറ്റവും നല്ല സംഗതി എന്താണ്? മാലേഷ് യാ ഹബീബി ഖല്ലിക് ബർറ ഷോയ, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കണേ, ഖല്ലീഖ് ബർറ ഷോയ. അത് ലേഡിയോടാണെങ്കിൽ, സഹോദരിയോടാണ് ഖല്ലീച്ച് ബർറ യാ സയ്യിദ, ഖല്ലീച്ച് ബർറ. ഈ ഖല്ലി എന്നത് എപ്പോഴും ഒരു ബില്ലാഹിയുടെ ആംഗിൾ വേറെ, ഖല്ലിയൊക്കെ നിങ്ങൾ ഏത് കൽപ്പനയുടെ കൂടെ നിങ്ങളത് ഉപയോഗിക്കുമ്പോഴും അത് റിക്വസ്റ്റായിട്ട് മാറും. ഒരു സമാധാനപൂർണമായ മാന്യതയോടുകൂള്ള ഒരു സംസാരമാകും. ഇത്തരം ഭംഗിയാർന്ന അറബി ഭാഷ നിങ്ങൾക്ക് പഠിക്കുവാൻ അറബിക് യൂണിയൻ കോഴ്സ് തന്നെ നടത്തുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ശുക്രൻ ലക്കും, അസ്സലാം.